എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ കാണിക്കുന്നത് ഒരു എന്താ പറയുക, മെത്തേഡ് ഓഫ് ഫോൾഡിങ് ക്ലോത്ത്സ് ആണ് കേട്ടോ. എല്ലാവർക്കും അറിയായിരിക്കും കേട്ടോ, കുട്ടികൾക്കൊക്കെ അറിയായിരിക്കും. അപ്പോൾ നമ്മളിങ്ങനെ അട്ടിക്കട്ടിക്ക് മടക്കി വെക്കുന്നതിലും വളരെ എന്താ പറയുക സൗകര്യപ്രദമായിട്ടുള്ള ഒരു രീതിയാണ്. ഞാൻ ചെയ്ത അത്ര ഭംഗിയൊന്നും ആയിട്ടില്ല. ഞാൻ വെറുതെ ജസ്റ്റ് വീട്ടിൽ നിന്ന് ഇടുന്ന ക്ലോത്ത്സൊക്കെ ഒന്ന് മടക്കി വെച്ചു എന്നേ ഉള്ളൂ. എല്ലാം ഇനി അതുപോലെ അറേഞ്ച് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതിന് കുറേ ബോക്സസ് നമ്മൾ വാങ്ങിക്കണം. അതല്ലെങ്കിൽ നമ്മൾ വീട്ടിലുള്ള കാർഡ്ബോർഡ് പെട്ടിയൊക്കെ ഭംഗിയാക്കി എടുത്താലും മതി. നമുക്ക് പാർസലൊക്കെ വരുന്ന പെട്ടിയില്ലേ, അതൊക്കെ നമുക്ക് നല്ല ഭംഗിയായിട്ട് കവർ ചെയ്ത് തുണി കൊണ്ട് കവർ ചെയ്തിട്ടൊക്കെ നമുക്കെടുക്കാം. നമ്മുടെ പഴയ നൈറ്റിയോ അല്ലെങ്കിൽ ചുരിദാറിൻ്റെ ടോപ്പൊക്കെ വെച്ചിട്ട് നമുക്കത് കവർ ചെയ്തെടുക്കാം. എന്നിട്ട് അതിലും നമുക്കിതുപോലെ അറേഞ്ച് ചെയ്യാം. അപ്പോൾ ഇതിന് കോൺമാരി മെത്തേഡ് എന്നാണ് പറയുക. ഒരു ജാപ്പനീസ് രീതിയാണ്. നിങ്ങൾക്ക് നെറ്റിലൊക്കെ സെർച്ച് ചെയ്താൽ കാണാം. വളരെ ഭംഗിയായിട്ട് ഡ്രോയിൽ ആണ് സാധാരണ അവരൊക്കെ ചെയ്യുന്നത്. ഡ്രോയ്ക്ക് സെപ്പറേഷൻ കൊടുത്തിട്ട് അതിനകത്ത് ഇങ്ങനെ മടക്കി മടക്കി വെക്കുകയാണ്. അപ്പോൾ ഓരോ ക്ലോത്തും ഏതാണെന്ന് നമുക്ക് കാണത്തക്ക രീതിയിലാണ് വെക്കുന്നത്. അപ്പോൾ നമ്മളൊന്ന് എടുക്കുന്ന സമയത്ത് മറ്റേതിനൊരു പ്രശ്നവും വരാത്ത രീതിയിൽ നമുക്ക് മടക്കി വയ്ക്കാം. അപ്പോൾ ഒന്ന് കണ്ടോളൂ. ഞാൻ ചെയ്തത് അത്ര ഭംഗിയൊന്നും ആയിട്ടില്ല. നിങ്ങൾ കുറച്ചും കൂടെ ഭംഗിയായിട്ട് കൃത്യമായിട്ട് നല്ല സൈസിലൊക്കെ മടക്കി വയ്ക്കുക. അപ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാൻ അലമാരയൊക്കെ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇത് കോൺമാരി മെത്തേഡ് ഓഫ് ഫോൾഡിങ് ക്ലോത്ത്സ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് അലമാരയിൽ ക്ലോത്ത്സ് ഇങ്ങനെ ഒതുക്കി വെക്കാൻ വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു രീതിയായിട്ട് തോന്നി എനിക്ക്. ഞാൻ കുറേ ആയി സെർച്ച് ചെയ്യുന്നു. അപ്പോൾ എനിക്ക് ഏറ്റവും സൗകര്യപ്രദം ഇത്. നന്നായിട്ടൊന്നുമില്ല കേട്ടോ മടക്കിയത്. നിങ്ങൾ മടക്കുമ്പോൾ ശരിക്കും കറക്റ്റ് ഒരു സൈസിൽ തന്നെ മടക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാ ക്ലോത്ത്സും നമുക്കിങ്ങനെ കാണാം. നമുക്ക് ഏതാ വേണ്ടതെന്ന് വെച്ചാൽ എടുക്കാം. ഇതൊക്കെ എൻ്റെ വീട്ടിൽ നിന്ന് ഇടുന്ന ക്ലോത്ത്സ്, ഞാൻ നൈറ്റീസ് അതുപോലെ ചുരിദാറിൻ്റെ ടോപ്പുകൾ അതൊക്കെ ഞാനിങ്ങനെ മടക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് കോൺമാരി മെത്തേഡ്. ഇതൊരു ജാപ്പനീസ് രീതിയാണ് കേട്ടോ. ഇത് കുറച്ചും കൂടെ ഭംഗിയായിട്ടാണ് കേട്ടോ നെറ്റിലൊക്കെ കാണിച്ചിരിക്കുന്നത്. ഇത് പഴയ ക്ലോത്ത്സ് ആയതുകൊണ്ട് കാണാനൊരു ഭംഗി ഉണ്ടാവില്ല, കാരണം ഞാൻ വീട്ടിൽ നിന്ന് ഇടുന്ന ക്ലോത്ത്സാണ്. പിന്നെ ഇത് എൻ്റെ ചെറിയ ചെറിയ കർച്ചീഫ്സ്, അതുപോലെ കുഞ്ഞ് ചെറിയ ചെറിയ ടവൽസൊക്കെ ഉണ്ട്. പിന്നെ സോക്സ് ഉണ്ട്. ഇവിടെയാണെങ്കിൽ എൻ്റെ ബാത്ത് ടവലാണ്. പഴയ ടവൽസൊക്കെ ഉണ്ട് കേട്ടോ. പഴയ ടവൽസൊക്കെയാണ്, അതുകൊണ്ടാണ് അധികം കളറൊന്നും തോന്നാത്തത്. പഴയ ടവൽസും ഉണ്ട്, പുതിയ ടവൽസും ഉണ്ട്. അപ്പോൾ ഇതൊക്കെ പുതിയതാണ്. ഈ ഭാഗത്തുള്ളത് ഇതൊക്കെ പഴയ ടവൽസാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ആവശ്യമാവും പ്ലേറ്റ് തുടയ്ക്കാൻ. അങ്ങനെ ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് കാര്യത്തിന് നമുക്ക് ഈ പഴയ ടവൽസ് ആവശ്യമാവും. അപ്പോൾ അതുകൊണ്ട് എല്ലാം ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് വളരെ സൗകര്യമാണ്. നമുക്ക് ഓരോന്നും നോക്കിയിട്ട് ഏതാ വേണ്ടതെന്ന് വെച്ചാൽ സെലക്ട് ചെയ്തിട്ട് എടുക്കുകയും ചെയ്യാം. വളരെ സൗകര്യമായിട്ട് അലമാരയിൽ നമുക്ക് വെക്കുകയും ചെയ്യാം. അപ്പോൾ അലമാരയിൽ എനിക്ക് വെക്കുമ്പോൾ വളരെ സൗകര്യമാണിത്. അപ്പോൾ ഇത് ഞാനിങ്ങനെ ഒന്നിച്ച് അലമാരയിൽ ഇങ്ങനെയാണ് വെക്കുന്നത്. ഇതാ കണ്ടില്ലേ, ഇതും വീട്ടിൽ നിന്ന് ഇടുന്ന ഡ്രസ്സുകളാണൊക്കെ. അപ്പോൾ ഇത് ഞാനിങ്ങനെ ഉള്ളിലോട്ടങ്ങ് തള്ളും. ഇത് പഴയ അലമാരയാണ് കേട്ടോ. പിന്നെ ഈ ടവൽസൊക്കെ ഞാൻ ഉള്ളിലാണ് വെക്കുന്നത്. എപ്പോഴും ആവശ്യമില്ലാത്തത് കൊണ്ട് ഇത് ഉള്ളിലേക്ക് ഞാൻ ഇങ്ങനെ വയ്ക്കും. ഇതൊക്കെ എപ്പോഴും ആവശ്യമുള്ളതാണ്. അപ്പോൾ ഞാൻ എപ്പോഴും നമുക്കിങ്ങനെ ഇങ്ങനെ എടുക്കുകയും ചെയ്യാമല്ലോ, വലിച്ചെടുക്കാം ഇങ്ങനെ. അപ്പോൾ ഇത് വെച്ചിട്ട് വേണം ഇത് വയ്ക്കാൻ. അപ്പോൾ ഈ ടവൽസ് ഞാനിങ്ങനെ വെച്ചു. പിന്നെ അതിനിടയ്ക്കൂടെ നമ്മുടെ വീട്ടിൽ നിന്നിടുന്ന ഡ്രസ്സുകളൊക്കെ ഇങ്ങനെ വെച്ചു. ഇപ്പോൾ വളരെ ഒതുങ്ങി വന്നു കണ്ടോ അലമാര. അപ്പോൾ ഇതൊക്കെ നമ്മൾ അട്ടിക്ക് വെക്കുകയാണെങ്കിൽ ആകപ്പാടെ അലങ്കോലായിപ്പോവും. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഞാൻ മടക്കിയത് അത്ര നന്നായിട്ടില്ല. നിങ്ങൾക്ക് കുറച്ചും കൂടെ നന്നായിട്ട് മടക്കാൻ പറ്റും. ഞാൻ വെറുതെ തിരക്കിൽ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഇത് നല്ലൊരു മെത്തേഡാണ്. ഓക്കെ. സാരികളൊക്കെ ഞാനിങ്ങനെ ഹാങ്ങറിലിടുകയാണ് ചെയ്യുക. എല്ലാ സാരികളും ഇങ്ങനെ ഹാങ്ങറിലാണ് ഇട്ടിരിക്കുന്നത്. ഈ അടിയിലത്തെ തട്ടിൽ ഇങ്ങനെ ഹാങ്ങറിലെ സാരികൾ വെച്ചിട്ടുണ്ട്. ഇത് പഴയ അലമാരയാണ് കേട്ടോ. അതുകൊണ്ട് ഇങ്ങനെ അതാ കണ്ടില്ലേ, ചെതലൊക്കെ വരുന്നുണ്ട് കുറേശ്ശെ. ഇത് ഇങ്ങനെ ഉണ്ടാക്കാതിരിക്കുക നല്ലത്. ചുവരിൽ ഉണ്ടാക്കാതിരിക്കുക. കണ്ടോ ചെതൽ കണ്ടില്ലേ. അപ്പോൾ
ഇതൊക്കെ ഇങ്ങനെ വൃത്തിയാക്കണേ നല്ല പണിയാണ്. അതുപോലെ സ്കേർട്സൊക്കെ ഞാനിങ്ങനെയാണ് ഇതുപോലെ തന്നെ കോൺമാരി മെത്തേഡിലാണ് ഞാൻ മടക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഓരോന്നും നമുക്ക് കളർ അനുസരിച്ച് എടുക്കാൻ സൗകര്യമാണ്. ഞാനിപ്പോൾ അടുത്ത് എന്താ പറയുക, നായിഡു ഹളിൽ നിന്ന് വാങ്ങിയതാണ്. നല്ല ക്വാളിറ്റിയുള്ള സ്കേർട്ടുകളാണ് കേട്ടോ. നല്ല ക്വാളിറ്റിയുള്ള ക്ലോത്താണ് നായിഡു ഹൾ. കണ്ടോ, ഇവരുടെ ബ്രാ പാൻറ്റീസ് ഒക്കെ നല്ല ക്വാളിറ്റി ഉള്ളതാണ്. ഇതിന് 275 രൂപയാണ് വില. സ്കേർട്ടിന് ഓരോന്നിനും നല്ല ക്വാളിറ്റിയുള്ള ക്ലോത്താണ്, കട്ടിയുള്ള ക്ലോത്താണ്, നല്ല ക്ലോത്താണ്. പോപ്ലിൻ എന്നൊക്കെ പറയില്ലേ പണ്ട്. അപ്പോൾ ഇതിനകത്ത് കൊള്ളാത്തത് ഞാനിതിങ്ങനെ വെച്ചതാണ്. ബോക്സിനെയും വാങ്ങിക്കണം. ഇതുപോലെയുള്ള ബോക്സിൽ വെച്ച് കഴിഞ്ഞാൽ എയർ സർക്കുലേഷനും ഉണ്ടാവും. ഇത് വീട്ടിൽ നിന്നിടുന്ന സ്കേർട്ടുകളാണ് ഇതൊക്കെ. ഇതിനകത്ത് നല്ലതും ഉണ്ട് കേട്ടോ കുറച്ച്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇങ്ങനെയാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ നല്ല സൗകര്യമാണ്, നമുക്ക് പെട്ടെന്ന് കളർ നോക്കിയെടുക്കാനൊക്കെ സൗകര്യമാണ് കുട്ടികൾക്കൊക്കെ. ഇതിങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് എടുക്കാം, എളുപ്പത്തിലെടുക്കാം. ഇതിൽ കൊള്ളാത്തതാണ് കേട്ടോ മുകളിൽ വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് ഞാൻ വേറെ ബോക്സ് വാങ്ങിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. കോഴിക്കോട് പോകുമ്പോഴേ വാങ്ങിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിൽ കൊള്ളാത്തത് ഞാൻ ഇങ്ങനെ മുകളിൽ വെക്കുകയാണ് ചെയ്യുക. കണ്ടോ, വേറെ ബോക്സ് വാങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ മേലെ വേറെ ബോക്സിലാക്കിയിട്ട് വെക്കാം. ഒരു ബോക്സും കൂടെ അതിൻ്റെ മേലെ കൊള്ളും ശരിക്ക്, അത്രയും സ്പേസ് ഉണ്ട്. കണ്ടോ, അപ്പോൾ വെർട്ടിക്കൽ സ്പേസ് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് മടക്കാൻ പറ്റുവാണെങ്കിൽ നല്ല ഈക്വൽ സൈസിലൊക്കെ മടക്കി നല്ല ഭംഗിയായിട്ട് വെക്കാം. ഞാൻ അങ്ങനെയൊന്നും വെച്ചിട്ടില്ല, എങ്കിലും ഒരു മെത്തേഡ് അത്ര തന്നെ. ഓക്കെ, അപ്പോൾ ഇന്നത്രയേ ഉള്ളൂ. ഇനി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ കുറേ ക്ലോത്ത്സും കൂടെ ഇനി അറേഞ്ച് ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ ബാക്കി ഉള്ള സ്കേർട്ട്സ് ഞാൻ ഈ സൈഡിൽ വെക്കുകയാണ്. അതും കോൺമാരി തന്നെ ആയിക്കോട്ടെ, സൈഡിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നിത്രയേ ഉള്ളൂ. ഇതാണ് എൻ്റെ അലമാര. അത് പഴയ 30 വർഷം മുമ്പുള്ള അലമാരയാണ്, ചുവരിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള അലമാരയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെതലിൻ്റെ ശല്യം വല്ലാതെ ഉണ്ട്. അപ്പോൾ ഇന്നിത്രയേ ഉള്ളൂ. നമുക്ക് ഇനി മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.